से मारा, वो नीचे गिरा। भैया मुझे लेके जाओ। ഈ ടി ഡോറിന്റെ അവിടേക്ക് വന്ന് ഇത് കൺട്രോൾമെന്റ് വിളിച്ച് ഫോൺ ചെയ്യാൻ വേണ്ടി ഡോറിന്റെ അവിടെ നിൽക്കുമ്പോൾ ഈ പ്രതി വന്ന് ബാക്കിൽ നിന്ന് അതിശക്തമായിട്ട് പുള്ളി പുറത്തേക്ക് തള്ളി വിടുകയായിരുന്നു. ഇട്ടിട്ട് പ്രതി അതുപോലെ പോയി ആ സീറ്റിരുന്നു, ഒന്നും അറിയാത്തതുപോലെ. വീണ സമയത്ത് വിനോദ് ട്രെയിനിൻ്റെ ഒരു ഭാഗത്ത് പിടിച്ച് രക്ഷപ്പെടാനായി ശ്രമിച്ചിരുന്നു എന്നതിൻ്റെ ഒരു തെളിവുകൾ കൂടി RPF ഉദ്യോഗസ്ഥർ പറയുന്നു. കാരണം അദ്ദേഹം വീണത് കുറച്ച് നീങ്ങിയാണെങ്കിൽ, വീഴാൻ പോയത് കുറച്ച് നീങ്ങിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സും മൊബൈൽ ഫോണും ഉൾപ്പെടെയുള്ളവ, ബാഗ്, അങ്ങനെ പല സാധനങ്ങളും ചിതറിയ രീതിക്കാണ്. അതായത് ഒരു വഴി നേർരേഖയിൽ, അതായത് ഈ വഴിയിലൂടെ ചിതറിക്കിടക്കുന്ന പോലെയാണ് ഇവിടെ കിടന്നിരുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് എത്താൻ RPF സംഘത്തിന് കഴിഞ്ഞത്. എന്തായാലും കേരളത്തിൽ തന്നെ ഇതുവരേക്കും നടന്നിട്ടില്ലാത്ത അതിക്രൂരമായൊരു കൊലപാതകം തന്നെയാണ് ഈ രജനീകാന്ത് എന്ന് പറയുന്ന ഈ ഒരു പ്രതി നടത്തിയിരിക്കുന്നത്. 302 വകുപ്പ് പ്രകാരം നിലവിൽ കേസെടുത്തിട്ടുണ്ട്. മനഃപൂർവ്വം തന്നെയാണ് രജനീകാന്ത് ഈ വിനോദിനെ തള്ളിയിട്ടത് എന്നുള്ളതാണ് FIR-ൽ പറഞ്ഞിരിക്കുന്നത്. സുജി പട്ടാമിക്കൊപ്പം MS ലിഷോയ്, മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.